ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത സിനിമയായിരുന്നു രേഖാചിത്രം. ഫസ്റ്റ് പോസ്റ്ററിലോട്ട് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അധികം കാണാത്ത ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പ്ലോട്ടാന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി താല്പര്യം കൂടി. എടുത്തു പറയുന്നതിന് സ്ക്രീൻ പ്ലേ ആണ്. നടക്കാത്തൊരു സംഭവത്തെ നടന്നു എന്ന് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ശരിക്കും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നുണ്ടാവുമെന്ന്. അനാവശ്യമായിട്ടുള്ള ഒരൊറ്റ സീൻ പോലും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. 85-ലെ ആ സിനിമയിൽ നടക്കാത്ത ഒരു സംഭവം എത്ര ഇങ്ങനെ ഭംഗിയായിട്ട് ഒരു കണക്ട് ചെയ്യാൻ പറ്റി. ആ വന്നൊരു ചിന്തയ്ക്കും നല്ലൊരു കൈ. ജോഫിന്റെ നല്ലൊരു കഷ്ടപ്പാട് ഈ സിനിമയ്ക്ക് പിന്നിലുണ്ടാവും. കാരണം ഒട്ടും എളുപ്പമായിരിക്കില്ല ആ കാലഘട്ടത്തെ കാര്യങ്ങളൊക്കെ കോർത്തിണക്കാന്ന് പറഞ്ഞ പെർഫോമൻസ് എടുത്ത് പറയുകയാണെങ്കിലും എല്ലാവരും നന്നായി ചെയ്തെങ്കിലും ആസിഫലി നമ്മളെ പോലീസ് ക്യാരക്ടറിൽ 6ാം തവണയാണ് ഈ കാണുന്നത്. എന്നാലും അതിലൊരു ഡിഫറൻറ്റ് ആൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടമായത് അനശ്വരയുടെ ക്യാരക്ടറാണ്. വലിയ ഭാവാഭിനയങ്ങളോ ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസോ ഒന്നും ആയിരുന്നില്ല. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആളുടെ സ്വപ്നങ്ങളും പേടിയും എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിപ്പോവും ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുക തന്നെയാണ്. ഇതൊരിക്കലും ഒരു സീറ്റഡ് ത്രില്ലർ സിനിമയല്ല, ഇതൊരു ഡ്രാമയാണ്, ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ. എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ആണ് സെറിൻ ഷിഹാബ്. ഗംഭീരമായിട്ട് ചെയ്തു. ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ പ്രേമിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം സിനിമയായിരിക്കും രേഖാചിത്രം. ആ ഒരു സിനിമയുടെ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ നല്ലൊരു ഡീസെന്റ് ആയിട്ട് പുതിയൊരു പ്ലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ സിനിമയാണ് രേഖാചിത്രം. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളൊന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ.